ഹലോ ഗൈസ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? എല്ലാവർക്കും സുഖമൊക്കെ അല്ലേ? ഓണൊക്കെ എവിടം വരെ എത്തി? എല്ലാവരും പൂക്കളും കാര്യങ്ങളൊക്കെ ഇട്ട് തുടങ്ങി. ആദ്യം ബേബിക്ക് ഇപ്പൊ എങ്ങനെയാ പറയാ, പുറത്തിറങ്ങി ഇങ്ങനെ നടക്കണം. അതിന് വേണ്ടിട്ട് അമ്മ കാറ്റ് കാറ്റ് വീശണെന്ന് പുറത്ത്. കാറ്റ്. അതിന്റെ അപ്പാപ്പനോ അമ്മാമ്മയോ ഉണ്ണിയോ? ഉണ്ണിയോടിയാ? ഉണ്ണി അക്യു കാണിക്കാൻ പോയാ? ഉണ്ണി ഉറങ്ങിയാ? അമ്മാമ്മ എന്നിട്ട് ചെയ്തതിനെ അടിച്ചു. അപ്പാപ്പ എന്നിട്ട് ചെയ്ത അപ്പാപ്പ ഉണ്ണിയോടിന്റെ ഈശോയേ ഓടണടാ. അമ്മച്ചിയോട് വെട്ടിത്തരാൻ പറഞ്ഞേ നഖം വെട്ടി. ഇന്നലെ അപ്പാപ്പ നഖം എന്നിട്ട് കാണിച്ചേ എങ്ങനെ ഇന്നലെ അപ്പാപ്പ ഇങ്ങനെ നഖം വെട്ടണത്, നഖം ഇങ്ങനെ പിടിച്ച് വലിക്കണ്ട കൊച്ചു കണ്ടു. അപ്പൊ തുടങ്ങിയ കൊച്ചിന്റെ ആക്ഷൻസാ. ദൈവമേ, ഇത്ര ഇഷ്ടമുള്ള കൊച്ചു നഖം വെട്ടാൻ വേണ്ടിട്ട് ഫസ്റ്റ് കാല് പൊക്കിപ്പോ അമ്മാമ്മയുടെ മുഖത്ത് എത്തൂലോ. ഓ ആ സൗണ്ട് കേൾക്കാനല്ലേ നിനക്ക്? അതിന് വേണ്ടിട്ടാ, വേറെ ഒന്നിനല്ല. എന്നിട്ട് പരിപാടി വണ്ടി കഴുക. അയ്യോ, നിന്നെന്തിനാ വണ്ടി കഴുകാൻ വല്ലവരും ഏൽപ്പിച്ചണ്ടാ? വണ്ടി കഴുകാൻ ഏൽപ്പിച്ചണ്ടാ? നിന്നെ വണ്ടീനെ സർവീസ് ചെയ്യണോടത്തേക്ക് വിടാം. വണ്ടി കഴുകാൻ വേണ്ടിട്ട് സർവീസ് സെന്ററിലേക്ക് കഴിക്കാൻ. ചാച്ചൻ വരുമ്പോ തല്ലും. സ്റ്റേബിയുടെ തല്ല് കിട്ടും. വണ്ടി കഴിക്കുക. മഞ്ചി കിട്ടും. ഇന്നലത്തെ ഇങ്ങനത്തെ യാത്ര പോയി വന്നതോടുകൂടി വയ്യാണ്ടായി. തലകറക്കം വന്നിരിക്കും. ഗുളിക കഴിച്ചിപ്പോൾ ഒന്ന് കുറഞ്ഞു വന്നിട്ടുണ്ട്. പക്ഷെ ഭയങ്കര ക്ഷീണം. ഗിയർ ബാലൻസിൻ്റെ പ്രശ്നമുള്ളതിൻ്റെ വണ്ടിയിലിരിക്കുമ്പോൾ ഭയങ്കര പ്രശ്നമാണ്. അങ്ങനെ എനിക്ക് ഇരുന്ന് ഓരോന്ന് ചെയ്ത് സമയം ഇത്രയ്ക്കായി. തലകറക്കം മാത്രല്ല കേട്ടോ, കാലുവേദന ഉണ്ട് അതിന്റെ കൂടെ. മുട്ടുകാലുവേദന അടിയാണിന് മുട്ടുകാലുവേദന. അതിങ്ങനെ ഇരുന്നില്ലേ, അതാണ് കൊണ്ട് മുട്ടുകാലുവേദന. എനിക്ക് പണ്ടേ ഉള്ളതാ. പക്ഷെ ഇങ്ങനെ ഇരുന്നിരിപ്പ് കുറെ നേരം ഇരുന്നപ്പോ കാലുവേദന തുടങ്ങി. അത് മാത്രല്ല, രണ്ട് ഉണ്ണികൾ ഉണ്ടായിരുന്നല്ലോ. ഇവരെ രണ്ടുപേരും അങ്ങനെ ഇങ്ങോട്ട് മാറ്റിയല്ലേ എടുക്കാൻ പറ്റുള്ളൂ. കാലൊന്നും നിവൃത്തിയാക്കാനൊന്നും പറ്റിയില്ല. ഇവര് രണ്ടുപേരും മാറി എടുത്തപ്പോ അതും പറ്റിയില്ല. അങ്ങനെ ക്ഷീണം അങ്ങോട്ട് മാറണില്ല, തലകറക്കം കൊണ്ട് വിട്ടു പോണില്ല. അതെനിക്ക് പണ്ടേ ഉള്ളത് തന്നെ. വണ്ടി കയറി കഴിഞ്ഞാൽ ഛർദിയും ഈ നമ്മുടെ ലോങ് അല്ല, എനിക്ക് ഓർമ്മ വെച്ച് നാളെ തുടങ്ങി വണ്ടി കയറി എനിക്ക് ഛർദി ഉള്ളതാ, പണ്ടേ ഉള്ളതാ. അത് ഇത്രയും കാലമായിട്ട് മാറി കിട്ടുന്നില്ല. അതങ്ങനെ എന്റെ ആങ്ങളയുടെ മുന്നേ പോലെ എന്നെ പോലെ ഛർദി ഉണ്ടായിട്ട. പക്ഷെ അവന്റെ ഇപ്പൊ മാറിയിട്ടാ. പാരമ്പര്യമായിട്ട് വേറെ ആർക്കുള്ള ആണോ? കിടക്കാന്ന് വൃത്തിയില്ല, കിടക്കാന്ന് തോന്നുന്നുണ്ട്. ദിവനൊരു സ്ഥലത്തും കെടുത്തൂലാന്ന് മനുഷ്യനെ. വാലടച്ചിട്ട് അവൻ അവിടെ കിടന്ന് തല്ലിപ്പൊളിയ. പിന്നെ വാതില് തുറന്നിട്ടിട്ടുണ്ടെങ്കിൽ അവന് കിടന്ന് മേത്തരി ഗുസ്തിയ. പാല് തുറന്നിട്ട് കഴിഞ്ഞാൽ അവിടെ ഇരിക്കുന്ന സാധനങ്ങളൊക്കെ പറക്കി ഇപ്പുറത്തെ റൂമിൽ കൊണ്ടിടും. ഇവൻ വൈകുന്നേരം അമ്മയ്ക്കും എന്റെ പണി പോരാണ്ട് ഇവന്റെ വക സാധനങ്ങള് വിരിച്ചിടുന്നത്. അതിന്റെ ഒരു സന്ധി പണിക്കുള്ളൂ. ഇന്നലെ അതുപോലെ തന്നെ ഇന്നലെ സംഭവിച്ചേ, അപ്പച്ചന്റെ മരുന്ന് എടുത്തിട്ട് കാലുവേദനയാന്ന് പറഞ്ഞെടുത്ത് പരത്തിയിട്ടാ. അത് കഴിഞ്ഞിട്ട് പിന്നെ അതിന്റെ മരുന്നുകളുടെ എനിക്ക് അലർജി. ആ മരുന്നുകളുടെ മണങ്ങളൊന്നും എനിക്ക് പറ്റണില്ല. അപ്പൊ ശ്വാസം കിട്ടാതെ പോലെ വരും. അപ്പൊ അതാണ് ടോട്ടലി അമ്മച്ചിക്ക് വയ്യ. ഏത് സമയം ഇപ്പൊ കിടക്കാം. ഞാൻ ഇപ്പൊ ഈ വീഡിയോ എടുക്കുമ്പോഴേക്കും എടുത്തു കഴിഞ്ഞാലും മുന്നേ അമ്മച്ചി അവിടെ സെറ്റിമ്പോ കിടക്കും. അതാണ് നടക്കുന്നത്. പിന്നെ കിടക്കാനോട്ട് പറ്റണില്ല. ദിവം കിടത്തണ്ടേ? കിടന്നാ പിന്നെ എനിക്കില്ലാതെ പരമാവധി കിടക്കാണ്ടാവും. പക്ഷെ കിടക്കാണ്ട് പറ്റണില്ല. യാത്ര പോയതോ അമ്മച്ചി? അമ്മച്ചിയുടെ വലിയ ട്രിപ്പ് ഒരു കൂടി എന്നാ എനിക്ക് പോവാൻ പറ്റിയത് ചാലക്കുടി കോട്ട. ചില ദിവസം ചാലക്കുടി പോയ സ്ഥിതി തന്നെയാ. ചില ദിവസം പണ്ടൊക്കെ എനിക്ക് ചാലക്കുടി എത്താറില്ലേ, അഷ്ടഞ്ചിറ വരെ എത്തുമ്പോഴേക്ക് ഛർദി ആവശ്യം. പണ്ടൊക്കെ അഷ്ടഞ്ചിറ പോയി വരുമ്പോഴേക്ക് ഛർദിച്ച ആവശ്യം. ഇപ്പൊ പരമാവധി ചാലക്കുടി വരെ ഛർദിക്കാൻ കിടക്കുന്നുണ്ട്. പിന്നെ ഛർദിന് ഗുളിയൊക്കെ കഴിച്ചു പോയി അന്നത്തെ ദിവസം പിന്നെ കണ്ണുറക്കാൻ പറ്റില്ല.
പറ്റായോണം പരമാവധി വീട്ടിൽ കുത്തിരിക്കുന്നത് ഏറ്റവും നല്ലത്. സ്റ്റാർട്ട്. അങ്ങനെ ഒന്നുകൂടി വണ്ടി സ്റ്റാർട്ടാക്ക്. മറ്റേ വരന്തരപ്പള്ളിയിൽ അപ്പാപ്പം വിളിച്ചാണ്ടല്ലോ, വീഡിയോ കോൾ വിളിക്കുമ്പോ ആദ്യം സ്പീഡിൽ ജെറ്റ് പോണല്ലോ പോവും. എങ്ങടാന്നറിയും വണ്ടി സ്റ്റാർട്ടാക്കാൻ വേണ്ടിട്ട്. അപ്പ വിളിച്ചാ കാണിച്ചു കൊടുക്കും വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നത്. കാല് പോയി കഴിയുമ്പോ ശരിയാവും സ്റ്റാർട്ടാക്കലിട്ടാ. നമ്മളത് ഉച്ചക്കലത്തെ ഊണീൻ്റെ കറികൾ എന്നിട്ടൊക്കെയാണെന്നറിയോ? ബീട്രൂട്ട് ഉപ്പേരി. ബീട്രൂട്ട് മാത്രമല്ല കേട്ടോ, അതിൽ ക്യാരറ്റ് ഇട്ടിട്ടുണ്ട്, കായ ഇട്ടിട്ടുണ്ട്, കൂടി മിക്സ് ചെയ്തൊരു ഉപ്പേരി. പിന്നെ ഇതേ മീൻ വറുത്തത്. പിന്നെ ഇന്നലെ വെച്ചത് താറാവ് കറി കേട്ടത്, ഇതിൻ്റെ ബാലൻസ്. ഇത് കൂട്ടിയിട്ട് ഫുഡ് കഴിക്കട്ടെ കേട്ടാ. എത്തിയവനവിടെ അമ്മിച്ച് കാണിക്കണം നോക്ക്. കാണിക്കരുത്, കൈ കൊണ്ട് കാണിക്കണം നോക്ക്. അമ്മിച്ച് എന്നിട്ട് കാണിച്ചമ്മാതെ ഇങ്ങനെ അങ്ങനെ പിഴിഞ്ഞു. ഇങ്ങോട്ട് പോരാ. അമ്മിച്ച് ഇതിന് കാണിച്ച എന്തിച്ച് അമ്മിച്ച് ഇനി ഇതിന് കാണിക്കണ അമ്മാമ. എന്താ സ്പീഡ് അവന്. ഫസ്റ്റ് അവനാണ് അമ്മച്ചേക്കാൾ ഫസ്റ്റ്. എന്തൊരു സ്നേഹനിധിയായ മോനാ. അതിന് മാത്രം ആവലാദ്യമുള്ള അതിന്റെ ഡ്രസ്സുകൾ കഴുകണം. തുണി പിടിക്കണോ? ഓടണോക്കെ അവിടെ ഇടാനമ്മ വിടുന്ന പോലെ. നന്നായത് ഇവിടെ ഇട്ടു. എന്തിട്ട് കാണിക്കണ പൊന്നോ, കുറുമ്പ് കാണിക്കുന്നത്. പാപ്പ മുന്നേ ഇതെന്തത്? ദൈവമേ, ഇപ്പൊ വണ്ടി പാപ്പന്റെ മണ്ടി കൊണ്ടുപോകാൻ വേണ്ടിട്ട് മണ്ടി വന്നതാ. ചായ തിളപ്പിച്ചിട്ടുണ്ടായി. ബാബു എവിടെയാ? എവിടെ? ഓടിപ്പോ വീണാനെ. എവിടെ കൊച്ചെന്തോ പ്രാന്ത് പിടിച്ചോല നടക്ക്. വന്ന നേരം കൊണ്ട് കുയി കഴിക്ക് അല്ലേ? വന്ന നേരം കൊണ്ട് അപ്പാപ്പൻ ഗുയി കഴിക്ക്. ഗുയി എന്നിട്ടാന്ന് ഉണ്ണി എവിടെ ഉണ്ണി? മാമയാ? അമ്മാമ അവിടെ നിന്ന് അലക്കിക്കോട്ടെ. അമ്മാമ ഡിഷ് കഴുകണ്. എവിടേക്ക് ചേട്ടൻ പോണേ? ചെറുതാണ്, വലുതല്ല. ഞാൻ വലിയതാന്ന് വെച്ചാൽ മേടിക്കാൻ പറഞ്ഞു. പക്ഷെ കൊണ്ടുവന്നപ്പോ അത് കുഞ്ഞുങ്ങളാ. ഇഷ്ടമില്ലാത്ത പിന്നെ ആദ്യംകൊട്ടിന് മുള്ളില്ലാത്തതൊക്കെ ഇട്ടട്ടെ എന്ന് വെച്ച് മേടിച്ചത്. ഇതിനെന്താ മുള്ളില്ലേ? ഇതിന് മുള്ളധികല്ലേ? മറ്റേ അയിലേടെയും കിളിമീൻ്റെ അത്ര മുള്ളില്ല. ഒറ്റ മുള്ളിന് അടുക്കല മുള്ളുണ്ട്. ഇതിന്റെ ചുണ്ടല്ല ഇങ്ങനെ നീണ്ടു നിക്കണം മീൻ. ഇത് ഇഷ്ടല്ല അമ്മച്ചിക്ക്. ഒരുത്ത ഞാൻ നോക്കിയപ്പോതേ ബീട്രൂട്ട് ഉപ്പേരി ഇപ്പൊ തിന്നണ എന്താണോ? ഇഷ്ടായ? നല്ലതാണ്, കഴിച്ചോ, നല്ലതാണ് തിന്നണത്. കുടിക്കണുണ്ടല്ലോ, വെള്ളം വന്നിട്ട് അതിൻ്റെ ഉള്ളിന്ന് നോക്കിട്ട് പറയും മുക്കി കയറിന്ന് ഹായ് പറഞ്ഞിട്ട് എന്താ കാര്യം? എനിക്കൊന്ന് പറയാ, അവര് കാണാനല്ലേ കാതി പിടിക്കഴിഞ്ഞ് അത് കായ് കാണിക്ക. പറയും ഉമ്മ കൊടുക്കുമ്പോ അങ്ങോട്ട് നോക്കി കൊടുക്കുന്നു. ആദ്യത്തിന് ഉമ്മ തന്നിട്ട് തിരിച്ചു കൊടുക്കുമ്പോ ഉമ്മ ഇല്ലാന്ന് ഉമ്മ കൊടുക്കും. എനിക്ക് മിഞ്ഞാത് ഭയങ്കര കുറുമ്പനായിട്ട് തന്നെ.
കുഞ്ഞടിയൊക്കെ ഒരു ഇടയ്ക്ക് ഒരു കുഞ്ഞടി അങ്ങനെ അമ്മാമ ചെയ്തേ അടിച്ചോടിച്ചോ അമ്മാമ ചെയ്തേ എന്താ അങ്ങനെ കാണിക്കണേ അടി തന്നെ കൊടുക്കണം അല്ലാണ്ട് വെറുതെ ചിരിച്ചു കാര്യമില്ല. ഹാപ്പി എവിടെയാ? ഒരു വിധത്തിൽ അമ്മച്ചിക്ക് സന്തോഷമായിട്ടാ. കാരണം വേറെ ഒന്നുമില്ല, നമ്മുടെ ഹസിക്കുട്ടനെ കണ്ടതിൽ അമ്മച്ചിക്ക് സന്തോഷമായില്ലേ. ഹസിക്കുട്ടൻ ഇവിടെ വന്നിട്ട് കുറേ ദിവസമായി. അപ്പൊ അവനെ കണ്ടപ്പോ സന്തോഷമായി. പിന്നെ ഇവിടെ വന്നപ്പോ ഇവിടെ എത്തിയപ്പോഴേക്കും ഇവിടെ എത്തി പിന്നെ അമ്മച്ചിക്ക് വയ്യാണ്ടായി. അത് പോന്നപ്പോ അത് ഭയങ്കര കരച്ചിലും ബഹളായിരുന്നു കേട്ടോ. അത് കണ്ടപ്പോ രാത്രി അമ്മച്ചി ഫോൺ വിളിച്ചപ്പോഴും വന്നം വന്നെന്ന് പറഞ്ഞ് ഞാൻ വരും. ഷീബയാ നമ്മുടെ വീടിന്റെ അടുത്തുള്ള ചേച്ചിയുടെ പേരട്ട ഷീബ എന്ന്. അപ്പൊ ആളെ വിളിക്കുന്നതാണ് ഷീബ എന്ന് പറഞ്ഞ് വിളിച്ചോണ്ടിരിക്കുക. ഞാൻ കുടിക്കട്ടെ ഞാൻ കുടിച്ചിട്ടെ പിന്നെ ഡോക്ടറെ അടുത്ത് പോയി വന്നാൽ പിന്നെ ഡോക്ടർ ചെറുതായിട്ട് വണ്ടിയൊക്കെ ഓടിച്ചു തുടങ്ങിക്കോളാൻ പറഞ്ഞു. അതാണ് ഇവിടെ ആൾക്ക് ഭയങ്കര സന്തോഷം. ആള് പറയാ പകുതി അസുഖങ്ങൾ ഇപ്പൊ മാറി. ഇത്രയും ദിവസം ഞാൻ എന്തോരം കഷ്ടപ്പെട്ടേന്ന് പറയുന്നത്. ഇപ്പൊ ഡോക്ടർ കൈയൊക്കെ പൊക്കിക്കോളാൻ പറഞ്ഞു. എന്നാലും ഒരു കൈ കൊണ്ട് ഒരു കൈന് പൊക്കാൻ പറ്റുള്ളൂ. തന്നെ അങ്ങനെ പൊന്തി തുടങ്ങിയില്ല. എന്നാലും വണ്ടിയൊക്കെ ഓടിച്ചോളാൻ പറഞ്ഞു. അതാണിപ്പോൾ വണ്ടിയൊക്കെ ഓടിച്ച് കടയിൽ പോയി തുടങ്ങിയാലും ഭയങ്കര സന്തോഷമായി. കാരണം അല്ലെങ്കിൽ ഒരു കൈ വെച്ച് ബസ്സിൽ കെട്ടി തൂങ്ങി പോണ്ടേ. അതാണ് കൊണ്ട് ഇപ്പൊ വണ്ടിമ്മ പോയി തുടങ്ങിയിട്ടാ. പ്രാർത്ഥിച്ച എല്ലാവർക്കും വളരെ നന്ദി. അപ്പച്ചന്റെ കൈ ഇനി ആൾക്കിപ്പോ നല്ല ഉഷാറായി. ആള് ഭയങ്കര സന്തോഷമായി. ചില കൊറ്റിപ്പള്ളിയിൽ പോയി കുത്തിരത്തൊക്കെ പോയി നേർച്ചൊക്കെ കഴിച്ച് വന്നിട്ട് ഇപ്പൊ സന്തോഷമായി. ഇനി ഇത്രയും വരെ പൊന്തണുണ്ട്. പകുതിക്കാൻ ഇങ്ങോട്ട് ഫുള്ളങ്ങനെ പൊന്തി തുടങ്ങിയില്ല. ഇനി 10 ദിവസം കഴിയുമ്പോൾ തിരികെ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇനി ഫിസിയോതെറാപ്പി കൊണ്ട് പറയാന്ന് പറഞ്ഞ ഡോക്ടർ ചെയ്യണമെന്ന് പറഞ്ഞവനാ. പക്ഷെ ആള് പതിനെ പൊന്തിക്കുന്നുണ്ട് കേട്ടാ. കാരണം കൊണ്ട് ഇനി എങ്ങനെയെന്ന് അറിഞ്ഞൂടാ. ആൾക്ക് അങ്ങനെ പൊന്തി തുടങ്ങിയപ്പോ ഭയങ്കര സന്തോഷം. ഇത്രയും നാൾക്ക് ഭയങ്കര സങ്കടമായിരുന്നു. അത് തന്നെ ആളുടെ വണ്ടി കേട് വന്നിരുന്നിട്ട് ഇതുവരെ നന്നാക്കിച്ചിട്ടില്ല. എന്റെ കൈ ശരിയാവുകൊണ്ട് വണ്ടി നന്നാക്കിയിട്ട് എന്താ കാര്യം പറഞ്ഞുകൊണ്ട് അങ്ങനെ ഇരിക്കായിരുന്നു. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പൊ ഇത്രേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ മറക്കാണ്ട് കമന്റ് ചെയ്യുക. അപ്പോൾ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും.